പുഷ്പ ഒരു പേരാണെന്ന് കരുതിയോ? ഒരു ഇഷ്ടപ്പെട്ടില്ല. പടം ഒന്നിനും കൊള്ളുമല്ലോ, ഉള്ള കാര്യം പറയാതെ. വേറെ ലെവലാണ്. ഒരിക്കലും ഫസ്റ്റിന്റെ ലെവലിലേക്ക് സെക്കൻഡ് വന്നിട്ടില്ല. ഇതിനെന്തായാലും വിമർശനങ്ങൾ വരും. എന്തിനു വേണ്ടി നായകനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രം? ഇപ്പം പറയും ഇല്ല, ഇഷ്ടപ്പെട്ടില്ല. ഇല്ലില്ല, കയ്യിൽ നിന്ന് വണ്ണ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റൂലൊന്നും ഇല്ല ആക്ച്വലി. ഒന്നുമില്ല. ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ശോകമാണ്. ഇല്ല അതൊന്നുമില്ല. ഫഹദ് ഫാസിൽ നൈസായിട്ട് ഒരു ഷമ്മി, പക്ഷെ കുറേ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ല, ഇപ്പം കണ്ടിട്ട് മടുപ്പായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് പെർഫോം ആയിട്ടുണ്ട്. പക്ഷെ വണ്ണ് വെച്ച് നോക്കുമ്പോൾ ടൂലൊന്നും ഇല്ല. ഉണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവരും കണ്ടായിരുന്നു എൻ്റെ കൂടെ. അയ്യോ, എനിക്കറിയാം. കൊള്ളൂല ചേച്ചി, പടം ഒന്നിനും കൊള്ളൂല, ഉള്ള കാര്യം പറയാതെ. പോരാ. കാരണം രശ്മിക മന്ദാനയാലും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇഷ്ടപ്പെടില്ല. വെറുതെ കണ്ടിരിക്കുക പ്ലെയിനായിട്ട്. കങ്കുവ പോലെ ആയില്ല, എന്തായാലും കണ്ടിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. ബേസിക്കലി ഒരു ഇതുമില്ലാത്തൊരു സിനിമ. കാരണം ഒരു എത്തിക്സ് എന്നല്ല, സംഭവമൊക്കെ ഭയങ്കര മാസമായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ബേസിക്കലി പടം ഓറ. ലാസ്റ്റ് മൂന്നാം ഭാഗവും ഉണ്ട് ഇനി, അതായാലും വേറെ ലെവലാണ്. കാരണം ഇവർ രണ്ടുപേരും പെർഫോമൻസ് ആണ് ഈ പടത്തിൽ ഒരു മാസമായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സെൻറ്റിമെൻറ്റ്സ്, ഫൈറ്റ്, ബീച്ചും എല്ലാം കലർത്തിയൊരു സിനിമ തന്നെയാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കാത്തിരുന്നൊരു പടമാണ്. കാരണം ഈ ഡേറ്റിന് വേണ്ടി ഒരുപാട് പേര് രാവിലെ തന്നെ വന്ന് പടം കാണാൻ ഫാൻസുകാരൊക്കെ വന്നു. അവരെ എന്തായാലും ബോറടിച്ചുള്ള ലാഗ് ഉണ്ടെന്ന് പറഞ്ഞു. ലാഗൊന്നുമില്ല. കാരണം വെച്ചാൽ ഒരു സിനിമയിലുള്ള എല്ലാ ചേരുവകളും ഈ സിനിമയിലുണ്ട്. ആദ്യ അവസാനം വരെ നല്ല രീതിയിൽ കണ്ടിരിക്കാവുന്ന ഒരു മൂവിയാണ്. ഒരിക്കലും ഫസ്റ്റിന്റെ ലെവലിലേക്ക് സെക്കൻഡ് വന്നിട്ടില്ല. പിന്നെ അഭിനേതാക്കളുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എല്ലാവരും മികച്ച രീതിയിൽ തന്നെ അവരെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. പുഷ്പ ഫഹദ് ഫാസിലിൻ്റെ അഭിനയം വളരെയധികം ഗംഭീരമായ അഭിനയമായിരുന്നു. അല്ലു അർജുനും കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ഹാഫിൽ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സിനിമ വന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് വളരെയധികം മോശമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സിനിമ കണ്ടൊരു ഫീല് നമുക്ക് തോന്നുന്നില്ല. ഒന്ന് വളരെ നന്നാക്കി എടുത്തിട്ട് രണ്ടാമത്തെ കൊണ്ടുപോയി അത് കൊളാക്കിയത് തന്നെ പറയാം. ഇതിനെന്തായാലും വിമർശനങ്ങൾ വരും. വളരെ മോശമായിട്ടാണ്. ഒരു ഷോർട്ട് ഫിലിം ഡ്രാമ പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. അതൊരു സിനിമ ആയിട്ട് നമുക്ക് 3 മണിക്കൂറൊക്കെ വെറുതെ വലിച്ചു നീട്ടി കൊണ്ടുപോയ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അല്ലേ? പുഷ്പ 2 കണ്ടു. നല്ല പടമാണ്, കിടിലൻ പടമാണ്. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് ഫഹദ് ഫാസിലിൻ്റെ അഭിനയമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫഹദ് ഫാസിലിൻ്റെ അഭിനയം. ഇതിൽ മെയിനായിട്ട് സ്കോർ ചെയ്തേക്കുന്ന ഫഹദ് ഫാസിലാണ്. അതുപോലെ തന്നെ അല്ലു അർജുൻ ചെയ്തിട്ടുണ്ട്. ഫഹദ് ഫാസിലിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ അല്ലു അർജുൻ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. ഫഹദിൻ്റെ കൂടെ പിടിച്ചിരിക്കാൻ അല്ലു അർജുൻ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഇൻ്റർവെല്ലിൽ കഴിഞ്ഞ് ഫഹദ് ഫാസിലിൻ്റെ സീൻ തീരുന്നിടം വരെ പുള്ളിയുടെ കയ്യിലാണ് ഈ സിനിമ പോണത്. നിങ്ങൾ ആ സിനിമ ഒന്ന് കണ്ടു നോക്കി. കാരണം അത്ര നല്ല പവർഫുൾ ക്യാരക്ടറാണ് പുള്ളി ചെയ്തേക്കുന്നത്. എനിക്ക് പടം പേഴ്സണലി ആവറേജ് ആയിട്ട് ഫീൽ ചെയ്തത്. ആവറേജ് എന്ന് പറയാൻ പറ്റില്ല, ബിലോ ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് പാർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ബിക്കോസ് അതിൽ സ്ക്രിപ്റ്റ് വൈസ് വീക്കാണെങ്കിലും മേക്കിംഗ് നന്നായിട്ട് നല്ലതായിരുന്നു. നമ്മളെ പിടിച്ചിരുത്തുന്ന തരത്തിലൊരു മേക്കിംഗ് ആയിരുന്നു. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ സ്ക്രിപ്റ്റും മേക്കിങ്ങും എല്ലാം വളരെ വീക്കാണ്. ഒരു തട്ടിക്കൂട്ട് പടം മാതിരി നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് പറയാൻ പാകത്തിന് നല്ലൊരു കഥയോ ഒന്നും പെർഫോമൻസ് ഒന്നും തന്നെയില്ല പടത്തിൽ. ഇൻ്റർവെൽ കഴിയുമ്പോൾ പടം തീർന്നു ഏകദേശം. പിന്നെ അങ്ങോട്ട് എന്തിനോ വേണ്ടി 3.5 മണിക്കൂർ പടം തികയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പുതിയ കഥയും കഥാപാത്രങ്ങളൊക്കെ ബിൽഡ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോൾ തന്നെ നമുക്ക് കണ്ടതാണ്, അത് കഥാപാത്രം കുറച്ച് ഭയങ്കരമായിട്ട് വീക്കാണ്. എന്തിനോ വേണ്ടി നായകനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രം. ഇതിലേക്ക് വരുമ്പോൾ അതിൻ്റെ എക്സ്ട്രീം വേർഷനാണ് ഇതിൽ. ആ ഒരു കഥാപാത്രം എന്തിനു വേണ്ടിയെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് രശ്മി ഇങ്ങനത്തെ ഒരു കഥാപാത്രം ചൂസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഫസ്റ്റ് പാർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഫഹദ് ഫാസിൽ സെക്കൻഡ് പാർട്ടിലേക്ക് വേണ്ടി ബിൽഡ് ചെയ്തൊരു ക്യാരക്ടറായിട്ട് തോന്നിയിരുന്നു. അതുകൊണ്ട് ഇതിൽ ഞാൻ അത്യാവശ്യം എക്സ്പെക്റ്റ് ചെയ്തു. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഒരു കോമഡി പീസാക്കി കളഞ്ഞ ആ ക്യാരക്ടർ. നമുക്ക് രംഗണ്ണൻ്റെ ഇൻഫ്ലുവൻസ് ഈ ക്യാരക്ടറിൽ എപ്പോഴും കാണാൻ പറ്റും. പ്രത്യേകിച്ച് സിനിമയ്ക്കോ അല്ലെങ്കിൽ കഥയ്ക്കോ ഈ കഥാപാത്രം ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യണില്ല. ശരിക്കും ഒരു പവർഫുള്ളായിട്ട് വില്ലൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നായകനും ആ ഒരു പവർഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ ഇതിൽ വില്ലൻ വീക്കായിപ്പോയി. ആ ക്യാരക്ടർ നശിപ്പിച്ച് കളഞ്ഞു എന്ന് തന്നെ പറയാം. എനിക്ക് അർഹതപ്പെട്ട കാശ് അത് കാലണയോ അരണയോ ആണെങ്കിലും അത് കിട്ടാൻ വേണ്ടി 7 കടലും 7 മലയും കടക്കേണ്ടി വന്നാലും അവിടെ എത്തുക എന്നുള്ളതാണ് പുഷ്പയുടെ പോളിസി. പുഷ്പ అంటే ഫ്ലവർ కాదు, వైల్డ్ ఫైర్. పుష్ప నేషనల్ ఆണെന്ന് కരുതിയോ? ഇന്റർനാഷണലും അസలు തగ్గതില്ല. പുഷ്പ ഒരു പേരാണെന്ന് കരുതിയോ? ഒരു ബ്രാൻഡാണ്. പടം ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഒരു 3.5 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്തു വരുന്ന ഒരു പ്രേക്ഷകനെ കുറച്ചും കൂടി ഡിസേർവ് ചെയ്യുന്നുണ്ട്.
പ്രത്യേകിച്ച് പി സുകുമാർ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ അടുത്ത് നിന്ന് നല്ലൊരു പടം തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ ഇത് വളരെ നിരാശയാണ്. ഫഹദിൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. ഓവർ ആക്ടിങ് ആയിരുന്നു. നമ്മൾ ഇതുവരെ ഫഹദിന് ഇങ്ങനെ ഓവർ ആക്ട് ചെയ്ത് എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഭയങ്കര ബോറായിരുന്നു. നമ്മുടെ ആവേശത്തിൽ നിന്ന് രംഗണ്ണ നേരിട്ട് പുഷ്പയുടെ സെറ്റിലേക്ക് വന്ന് അഭിനയിച്ച് എങ്ങനെ ഇരിക്കും, അതേപോലെയാണ് ഈ സിനിമയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു ഫ്രാഞ്ചൈസിയുടെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ആ ഫസ്റ്റ് പാർട്ടിൽ കണ്ടിട്ടുള്ള ആ ഒരു കാടും കാടിനോട് ചേർന്നിട്ടുള്ള ആ ഒരു പശ്ചാത്തലം അതൊന്നും ഇവിടെ ഇല്ല. ആ ഒരു കഥയുടെ കണ്ടിന്യൂഷനായിട്ട് പോലും നമുക്ക് തോന്നില്ല. നമ്മുടെ നായകൻ ലാർജ് സ്കെയിൽ ആവുന്നുണ്ട്, ബിഗ് സ്കെയിൽ ആവുന്നുണ്ട്, ഇൻ്റർനാഷണൽ ആവുന്നുണ്ട്, പക്ഷെ കഥ വളരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കഥയോടോ നായികനോടോ ഒരു ഇമോഷണൽ കണക്റ്റ് ഒന്നും തന്നെ തോന്നില്ല. കുറച്ച് ഫാമിലി ഡ്രാമയുണ്ട്, ഒരുപാട് തങ്കച്ചിപ്പാസൊക്കെ കുത്തിക്കലക്കിയിട്ടുണ്ട്. നമ്മുടെ പുഷ്പേനെ ഒരു ദൈവത്തിനെ പോലെയാണ് ഇവർ കാണുന്നത്. അപ്പോൾ അതെല്ലാം കണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സോ ടോട്ടലി ഒരു നിരാശ തന്നെയായിരുന്നു.